കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, അപ്പോസ്തലൻ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനായി പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോസ്തലന്മാർ ലേഖനങ്ങളായി എഴുതി വച്ചിട്ടുള്ളത്. അങ്ങനെ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുക, അത് കൊലോസ്യർക്ക് മാത്രമുള്ളതല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് ഈ ലേഖനങ്ങളെല്ലാം. ആ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ള കാര്യം ഇതാണ്: അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, വഴക്കുണ്ടാകാം, മനുഷ്യർ തമ്മിൽ പിണങ്ങാം, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാം, ദേഷ്യം വരാം, വഴക്കുണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് സംഭവിക്കാതിരിക്കാൻ എത്ര വിശുദ്ധന്മാരാണെങ്കിലും വിശുദ്ധന്മാരുടെ ജീവിതത്തിലും അതൊക്കെ സംഭവിക്കാം. പ്രിയമുള്ളവരെ, അത് ദൈവത്തിനും അറിയാം. അതുകൊണ്ട് പറയാണ്, അങ്ങനെ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. തമ്മിൽ ക്ഷമിക്കാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അവരെന്നോട് ക്ഷമിക്കട്ടെന്നല്ല, ഞാൻ അങ്ങോട്ട് ക്ഷമിക്കണം എന്നാണ് കർത്താവോട് പറയേണ്ടതായിത്തീരുന്നത്. അതിന് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. അതിനൊരു സ്കെയില് കർത്താവ് വെച്ചിട്ടുണ്ട്, ഒരു മാതൃക കർത്താവ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞത്: കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുവീൻ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത്, കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനല്ല പഠിപ്പിച്ചത്. അന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നായിരുന്നു പഠിപ്പിച്ചത്. എന്നാൽ കർത്താവിൻ്റെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്: നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളോട് ക്ഷമിക്കുകയല്ല, പകരം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് ഉപാധികളില്ലാതെയാ. ഒരു ഉപാധിയും ഇല്ലാതെ നമ്മൾ പാപം ചെയ്തിട്ടും നമ്മൾ തെറ്റ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തിട്ടും കർത്താവ് വീണ്ടും വീണ്ടും നമ്മളോട് ക്ഷമിച്ചു. പിന്നെയും കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. അതുകൊണ്ട് പറയാ, കർത്താവ് നിങ്ങളോട് എങ്ങനെയാണോ ക്ഷമിച്ചത് അങ്ങനെയാണ് നിങ്ങൾ ക്ഷമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മളോട് ക്ഷമിച്ചതുപോലെ അല്ല, വേറെ ആരെങ്കിലും നമ്മളോട് ക്ഷമിച്ചതുപോലെ അല്ല, നമ്മൾ മറ്റുള്ളവർ ക്ഷമിച്ചതുപോലെ കർത്താവ് ക്ഷമിച്ചാൽ പോരല്ലോ. കർത്താവ് പറയാ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് ഒരു കാര്യവും പറയാതെയാ, ഒരു ഉപാധികളും വെക്കാതെയാ. നീ അങ്ങനെ ആവുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കാം. കർത്താവ് പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ നിരുപാധികം നമ്മളോട് ക്ഷമിച്ചതുപോലെ. കർത്താവ് പറയാ, ഒരുവനോടൊരു വഴക്കുണ്ടായാൽ കർത്താവ് നിങ്ങൾ ക്ഷമിക്കണം. അത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ആയിരിക്കണം ക്ഷമിക്കുന്നത്. അങ്ങനെ ക്ഷമിക്കുന്നവരായി തീരാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളതിനു വേണ്ടി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ തമ്മിൽ ക്ഷമിക്കുന്നവരായി തീരാൻ അത് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിന് ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവ് ഒരുക്കണം, ഞങ്ങളെ അതിനുവേണ്ടി സഹായിക്കണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, ഹൃദയംഗമായി ക്ഷമിക്കാൻ, കർത്താവ് പിന്നീട് അത് ഓർക്കാതെ വണ്ണം ക്ഷമിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകലും ഞങ്ങൾ കർത്താവിനെ പോലെ സ്നേഹിക്കാൻ, കർത്താവിനെ പോലെ ക്ഷമിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ദിവസമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് ക്ഷമിച്ചവരെ ക്ഷമിക്കാം, കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിക്കാം.